വൺസ് എ കിങ് ഓൾവേസ് എ കിങ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അത് മലയാള സിനിമയിൽ നമ്മുടെ ലാലേട്ടനാണ്. കാരണം നമുക്കറിയാം 2025 നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയിൽ കാത്തിരുന്ന ഒരു സിനിമയാണ് തുടരും ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോവാണ് April 25, അതായത് മറ്റൊന്ന സിനിമ റിലീസ് ചെയ്യാണ്. ഈ സിനിമ നമുക്കറിയാം ഒരു ഫാമിലി ഡ്രാമയാണ്. തരുൺ മൂർത്തിയാണ് ഡയറക്ട് ചെയ്യുന്നത്. രജപുത്ര വിഷ്വൽ മീഡിയ രഞ്ജിത്താണ് പടം പ്രൊഡ്യൂസ് ചെയ്യണത്. ഈ പടത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള തരുൺ മൂർത്തി മുമ്പ് 2 പടങ്ങളാണ് ചെയ്തിട്ടുള്ളത്. രണ്ടും നല്ല സിനിമകളാണ്. ഒരു ആവറേജ് ലെവലിൽ പക്ഷേ പ്രൊഡക്ഷൻ ലെവലിലാണ് ഞാൻ പറഞ്ഞത്. ഒരു സാധാരണ പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. പുള്ളി മോഹൻലാലുമായിട്ട് ഒന്നിക്കുന്നു. അപ്പോൾ നല്ല രീതിയിലുള്ള എക്സ്പെക്ടേഷൻസ് ആളുകൾക്ക് വന്നു. കാരണം ലാലേട്ടൻ പഴയ ഡയറക്ടേഴ്സിന് മാത്രം ഡേറ്റ് കൊടുക്കും എന്നുള്ള കുറെ പരാതികളുണ്ടായിരുന്നു. ആ സമയത്താണ് തരുൺ മൂർത്തിക്ക് കൊടുത്തത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിലാണ് ഈ സിനിമയെ നോക്കിക്കാണുന്നത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഈ സിനിമ ഒരു ഫാമിലി ഡ്രാമ എന്ന് പറയുന്നെങ്കിൽ കൂടിയിട്ട് ഇതിൽ തരുൺ മൂർത്തി എന്തൊക്കെയോ സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിനുള്ളിൽ വിശ്വസിച്ചിട്ടുണ്ട്. ചുമ്മാ ഒരു ഫാമിലി ഡ്രാമ ആവില്ല എന്നുള്ളതൊക്കെ. കാരണം അതിന്റെ ഒരു സാമ്പിൾസ് ഒക്കെ നമ്മൾ മുമ്പത്തെ വീട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഇന്ന് രാവിലെ 10 മണിക്ക് മുതലാണ് ബുക്ക് മൈ ഷോയിൽ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മൾ മുമ്പത്തെ വീഡിയോയിലും അല്ലെങ്കിൽ വേറെ പലരും പറഞ്ഞിട്ടുള്ള കാര്യം കൂടി തന്നെയാണ്. മലയാള സിനിമ എന്ന് പറഞ്ഞാൽ അത് മോഹൻലാലാണ്. മോഹൻലാൽ ഗുഡാണ് മലയാള സിനിമ. കാരണം എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് പുള്ളിയുടെ കാര്യം. പുള്ളിയുടെ സ്റ്റാർഡം എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു ആവറേജ് ഫാമിലി പടം എന്നുള്ള ഫീൽഡിൽ തുടരും സിനിമ വന്നിട്ടും വലിയ ആക്ഷൻ ബ്ലോക്കുകളോ അല്ലെങ്കിൽ ഒരു സസ്പെൻസ് ലെവലുകളോ കാര്യങ്ങളോ ഒന്നും ട്രെയിലറിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും കാണിച്ചിട്ടില്ല. ആക്ഷൻസ് ബ്ലോക്കുകളോ ഒന്നും കാണിച്ചിട്ടില്ല. എന്നിട്ട് കൂടി ഈ സിനിമയ്ക്ക് വരുന്ന ഒരു ആക്സെപ്റ്റൻസ് റിലീസിന് മുമ്പ് പ്രീ ഹൈപ്പിഡ് ഭയങ്കരമായിട്ടുള്ള ഹൈപ്പുള്ള സിനിമയൊന്നല്ല എമ്പുരാൻ പോലെ. പിന്നെ അതേപോലെ തന്നെ ഡയറക്ടർ വലിയ വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള ആളൊന്നല്ല. പ്രൊഡക്ഷൻ ഹൗസ് നോക്കുകയാണെങ്കിൽ അത്രമാത്രം വലിയ പ്രൊഡക്ഷൻ ഹൗസ് ഒന്നല്ല. ഇതൊരു നാട്ടുമ്പുറത്തുള്ള സാധാരണക്കാരുടെ ഒരു പൾസ് അറിയുന്ന പോലത്തെ ഒരു സിനിമ. ആ സിനിമയ്ക്ക് കിട്ടുന്ന ടിക്കറ്റ് ബുക്കിംഗ് പണ്ട് കാലത്തും മോഹൻലാൽ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. മോഹൻലാൽ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ടിക്കറ്റ് ഫുള്ളാവെന്ന് പറയില്ലേ, ആ ലെവൽ തന്നെയായിരുന്നു. മമ്മൂക്കും അങ്ങനെ തന്നെയായിരുന്നു. മമ്മൂക്ക് ഇപ്പോൾ കുറച്ച് കാലമായിട്ടാണ് ഒരു ഡിമ്മോ വന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും ലാലേട്ടൻ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ സിനിമ മലയാളികൾക്ക് ഒരു വികാരം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്രത്യേക സ്നേഹം തന്നെയാണ് മലയാളികൾക്ക്. അതുകൊണ്ടാണ് പുള്ളിയുടെ സിനിമ ഒറ്റടി ഫുള്ളാണ് ഇത്ര കാലം വരെ ഞാൻ കണ്ടിട്ടുള്ളതിൽ. അതിപ്പോൾ ബുക്ക് മൈ ഷോ പോലത്തെ ടെക്നിക്കൽ വൈസ് അല്ലെങ്കിൽ ടെക്നോളജി ലെവലിലുള്ള സംഭവങ്ങൾ വന്നിട്ടും അത് ആ ലെവലിൽ പിടിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ എമ്പുരാനൊക്കെയാണെങ്കിൽ ചില ആളുകൾ പറയും അത് എമ്പുരാൻ ഇത്ര വലിയ ബിഗ് ബഡ്ജറ്റ് പടമായതുകൊണ്ടാണ് ഈ ബുക്കിംഗ് എന്നുള്ളതൊക്കെ. സാധാരണ സിനിമയാണ്, സാധാരണ ഫാമിലി പടമായിട്ടാണ് ഈ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓൾമോസ്റ്റ് 2 കോടി രൂപയുടെ പ്രീ സെയിൽസ് തുടരും സിനിമ വേൾഡ് വൈഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം 1 crore മേലെയാണ് പ്രീ സെയിൽ നടന്നിട്ടുള്ളത്. സാധാരണ സിനിമ അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സാധാരണ ഫാമിലി പടം, ഷൺമുഖൻ എന്നുള്ള ക്യാരക്ടറിൽ ഒരു ടാക്സി ഡ്രൈവറായിട്ട് വരുന്ന പടം. ഇതിനാണ് ഈ വരുന്ന സെറ്റപ്പ് കാണുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആനയ്ക്ക് ആനയുടെ വലിപ്പറിയില്ല എന്ന് പറഞ്ഞ പോലെ ഈ മനുഷ്യൻ രണ്ടും കൽപ്പിച്ചൊന്ന് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ വലിയ ഇൻഡസ്ട്രി ആയിട്ടുള്ള തെലുങ്ക് ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, ബോളിവുഡ് ആയിക്കോട്ടെ, നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഈ മനുഷ്യനെ വെച്ച് എത്തിപ്പിടിക്കാം. ഈ മനുഷ്യനെ വെച്ച് മാത്രമേ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് കപ്പാസിറ്റി ഉള്ള ഡയറക്ടേഴ്സ്, പൃഥ്വിരാജ് കുമാറിനൊക്കെ അതിൻ്റെ ഒരു ലെവൽ തന്നെയാണ്. അങ്ങനത്തെ ഡയറക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്കും നല്ല ഹൈ ടച്ചസിൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക് തൊടാൻ പറ്റും. അതാണ് ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ മോഹൻലാൽ കൂട്ടിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രമാത്രം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളൊരു നടനാണ്, മലയാളികൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു നടനാണ്. അപ്പോൾ ചില്ലറ സംഭവം എന്നല്ല. ഇനിയിപ്പോൾ തുടരും സിനിമ ഒരു ആവറേജ് പടമായാലും അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹിറ്റ് എന്നുള്ള ലെവലിൽ നിന്ന് വന്നാലും ആളുകൾ ഈ സിനിമ കാണാൻ നിൽക്കും. അതാണ് ഇതിന്റെ പുള്ളിയുടെ ഒരു പ്രത്യേകത എന്നുള്ളത്. മോഹൻലാൽ എന്ന് പറയുന്ന നടനും ഫാമിലി ഓഡിയൻസും തമ്മിൽ പ്രത്യേക ഒരു കോമ്പിനേഷനാണ്. മലയാളികൾ പോയി കാണും ഭൂരിഭാഗം എല്ലാ സിനിമകളും. പിന്നെ അത്രമാത്രം ഒരു ഫ്ലോപ്പ് എന്നുള്ള ലെവലിലുള്ള റിപ്പോർട്ട് വന്നാൽ മാത്രമേ കുറച്ച് ആൾക്കാർ പിന്നോട്ടടിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ തുടരും സിനിമയിൽ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. തരുൺ മൂർത്തിയിൽ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. തരുൺ മൂർത്തി ഒരു പക്ക ഫാമിലി ഡ്രാമയായിട്ട് അവസാനിപ്പിക്കില്ല എന്നാണ് എന്റെ മനസ്സിൽ പറയുന്നത്. അതിനുള്ള ചെറിയ ഹിന്റൊക്കെ നമുക്ക് ട്രെയിലറിൽ കാണാം. പിന്നെ നമ്മുടെ ശോഭന മോഹൻലാൽ എന്ന് പറയുന്ന കൂട്ടുകെട്ടുണ്ട്. അപ്പൊ അതൊരു ഭയങ്കര അട്രാക്റ്റീവ് ആണ്. അപ്പോൾ എന്തായാലും നല്ല പ്രതീക്ഷയോട് കൂടിയാണ് 25-ാം തീയതി രാവിലെ 10 മണിക്ക് ഷോ തുടങ്ങും എല്ലായിടത്തും. നമ്മളും 10 മണിയുടെ ഷോയ്ക്കാണ് കയറാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സിനിമ കണ്ടു കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ ഇതിന്റെ ബിസിനസ് വൈസുള്ള വീഡിയോസ് നമ്മൾ തുടർന്നും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.